ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വൈകുന്നത് ട്രംപിന് മോദി വിളിക്കാത്തത് കാരണമെന്ന് US വ്യാപാര സെക്രട്ടറി. കരാർ സംബന്ധിച്ച തീരുമാനമായിരുന്നുവെങ്കിലും ട്രംപിനെ വിളിക്കാൻ ഇന്ത്യക്ക് താൽപര്യമില്ലായിരുന്നു. ഇതോടെ കരാർ ഒപ്പിടൽ നീണ്ടു എന്നും ഹവാർഡ് ലുട്നിക് വ്യക്തമാക്കി. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരി, ബസ്സിലേക്ക് തിരികെ വരാം. അതിനു മുൻപ് പ്രതികരണം. And set the whole deal up. But let's be clear. It's his deal. Yeah. Okay? He's the closer. He does the deal. So I said, you got to have Modi. It's all set up. You have to have Modi call the president. And they were uncomfortable doing it. So Modi didn't call. Wow. So that Friday left. So now the problem is the deals came out at a higher rate. Right. And then India calls back and says, oh, okay, we're ready. I said, ready for what? പി ബസന്ത് വിവരങ്ങളുമായുണ്ട്. ബസന്ത്, നോക്കൂ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിലുണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളതാണ് ഇതൊക്കെ. ഇത് ഏതു തലത്തിൽ നടക്കണം, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, ആശയവിനിമയങ്ങൾ എന്നുള്ളതൊക്കെ എത്രത്തോളം രഹസ്യാത്മകമായിട്ടാണ് സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നത്? അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ, വളരെ പബ്ലിക്കായിട്ടുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ വ്യാപാര കരാർ വൈകുന്നത് സംബന്ധിച്ച് സൂചന ഇപ്പോൾ US ട്രേഡ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, അതായത് ട്രേഡ് ഡീൽ, വ്യാപാര കരാർ ഏറെക്കുറെ ശരിയായിരുന്നു. ഇന്തോനേഷ്യയുമായി കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇന്ത്യയുമായി ഒപ്പിടേണ്ടതായിരുന്നു. പക്ഷേ മോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി US പ്രസിഡന്റിനെ വിളിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് ചെയ്യാൻ, അതായത് ട്രംപിനെ വിളിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു. മോദി ട്രംപിനെ വിളിച്ചുമില്ല. ഇതായിരുന്നു പ്രധാനമായിട്ടും ഇതിപ്പോൾ വൈകാൻ പ്രധാന കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 3 വെള്ളിയാഴ്ചകളിലായിട്ട് ഇത് നടത്താനായിരുന്നു പരിപാടി. മലേഷ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ എന്നുള്ളതായിരുന്നു. അതിലാദ്യം ഇന്ത്യ വരേണ്ടതായിരുന്നു. പക്ഷേ ഇന്തോനേഷ്യ, പിന്നീട് ഇന്തോനേഷ്യയുമായി വ്യാപാര കരാർ ഒപ്പിടുന്നതിലേക്ക് അമേരിക്ക പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും നവംബർ മാസം ആദ്യ ഒരു വട്ട വ്യാപാര കരാർ ഉണ്ടാവും എന്നുള്ള ഒരു സൂചന വന്നതിന് ശേഷം ഇപ്പോൾ വളരെ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്നുള്ളൊരു സൂചന ഇപ്പോൾ US ട്രേഡ് സെക്രട്ടറി നൽകുന്നത്. അതായത് മോദി ട്രംപിനെ വിളിക്കാൻ തയ്യാറാകാത്തതാണ് അതിലെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്നുള്ളതാണ്. ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ എടുത്ത തീരുമാനം ശരിയായില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. മോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ മുന്നോട്ട് പോയത്, നടക്കാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.